ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. 2025 ജൂലൈ 24 ഇന്ത്യയെ സംബന്ധിച്ചിട്ടും അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റും നമ്മുടെ എക്കോണമിയെ സംബന്ധിച്ചിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം ആയിരുന്നു. വാർത്തകൾ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. ഇന്ത്യ UK ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. ഏകദേശം വളരെ കാലങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു ചർച്ച, ഏകദേശം 10 വർഷത്തിന് മുകളിലായിട്ട് നടന്നു വരുന്ന ഒരു ചർച്ചയാണ് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത് എന്നുകൂടി ഞാൻ പറയട്ടെ. കാരണം ഇത് ഇപ്പോൾ അവസാനമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ UK പ്രധാനമന്ത്രിയും കൂടി സൈൻ ചെയ്തിരിക്കുന്നത് മാത്രമാണുള്ളത്. ഇനി ഒരു വർഷമെങ്കിലും എടുക്കും ഇതിൻ്റെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ അംഗീകാരത്തോടു കൂടി ഇത് നടപ്പിലാക്കാൻ. അപ്പോൾ ഇനി ഒരു വർഷം കൂടി കാത്തിരിക്കേണ്ടി വരും യഥാർത്ഥത്തിൽ ഇത് ഫലവത്തായി വരാൻ വേണ്ടി എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ട ആദ്യം തന്നെ. അതുപോലെ വളരെ കാര്യമാത്ര പ്രസക്തിയുള്ള ഒരു എഗ്രിമെൻറ്റ് തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിട്ടും UKയെ സംബന്ധിച്ചിട്ടും. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം എന്ന് തന്നെയാണ് അവരും വിശേഷിപ്പിച്ചിരിക്കുന്നത്. 2030 ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള ഫ്രീ ട്രേഡ് അല്ലെങ്കിൽ ട്രേഡ് റിലേഷൻ $112 ബില്യൺ എത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. കാരണം ഇപ്പോൾ നിലവിൽ $56 ബില്യൺ വ്യാപാര ബന്ധമാണ് ഇന്ത്യ UK ഉള്ളത്. ഇന്ത്യയെ സംബന്ധിച്ചിട്ട് 6ാമത്തെ ഏറ്റവും വലിയ എക്സ്പോർട്ട് ഡെസ്റ്റിനേഷനാണ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള 6ാമത്തെ ഏറ്റവും വലിയ എക്സ്പോർട്ട് പാർട്ട്ണറാണ് UK എന്ന് പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിലാണ് ഈ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് വരുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ ലേബർ ഇൻറ്റൻസീവായിട്ടുള്ള, അതായത് ഏറ്റവും കൂടുതൽ മെഷീനറിക്ക് പകരം ആൾക്കാർ വർക്ക് ചെയ്യുന്ന പല സെക്ടറിനും ഇതിൻ്റെ ഗുണം കിട്ടുമെന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം ഇവിടെ ആൾക്കാർക്ക് ജോലി കിട്ടാനുള്ള സാധ്യത, എക്സ്പോർട്ട് കൂടുന്ന സമയത്ത് ആ സെക്ടറുകളിൽ ലേബർ ഇൻറ്റൻസീവ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർക്ക് ജോലി ഉറപ്പാകും. അവരുടെ പ്രൊഡക്ഷൻ അതുപോലെ തന്നെ അവരുടെ വേജസ് ലെവല് കാര്യങ്ങളൊക്കെ തന്നെ ഇന്ത്യൻ എക്കോണമിയിലും അതിൻ്റെ റിപ്ലിക്ക ഇഫക്റ്റ് ഉണ്ടാകും എന്നുള്ളതാണ് അതിന് അർത്ഥമാക്കുന്നത്. സോ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സെക്ടറായിട്ടുള്ള ടെക്സ്റ്റൈൽ, ലെതർ, അതുപോലെ തന്നെ സമുദ്രോൽപ്പന്നങ്ങൾ, കളിപ്പാട്ടങ്ങൾ, സ്പോർട്സ് എക്യുപ്മെൻറ്റ്സുകൾ, ജെംസ് ആൻഡ് ജ്വല്ലറി, ഇങ്ങനെ പ്രധാനപ്പെട്ട മേഖലകളിൽ മാത്രമല്ല ഓർഗാനിക് കെമിക്കൽ, എഞ്ചിനീയറിംഗ് ഗുഡ്സ്, ഓട്ടോ കോമ്പോണൻറ്റ്സ്, അങ്ങനെയുള്ള പല മേഖലകളിലും ഇന്ത്യയുടെ എക്സ്പോർട്ട് UKയിലേക്ക് കൂടും എന്നുള്ളത് തന്നെയാണ്. അതിന് പുറമെ സർവീസ് സെക്ടറിലും ഇതിൻ്റെ പ്രാധാന്യം വരുന്നത്. ഇന്ത്യ സർവീസ് സെക്ടർ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട മേഖലയാണ്. നമ്മുടെ സർവീസ് സെക്ടർ എല്ലാ രാജ്യങ്ങളിലേക്കും സർവീസ് ഇൻഡസ്ട്രി നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. IT, അതുപോലെ തന്നെ ഫിനാൻഷ്യൽസ്, ലീഗൽ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ പ്രൊഫഷണൽ സർവീസസ്, അവർക്കൊക്കെ തന്നെ ഒരു വലിയ ബൂസ്റ്റാണ് ഇതുവഴി കിട്ടാൻ പോകുന്നത്. അതുവഴി ഇന്ത്യയിലെ ഡിജിറ്റൽ ട്രേഡ്, അതുപോലെ തന്നെ ക്രോസ് ബോർഡർ ടെക് കൊലാബറേഷൻസ്, ഇതൊക്കെ തന്നെ വർദ്ധിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഈ ഒരു ട്രേഡ് എഗ്രിമെൻറ്റിലുള്ള പ്രീഫോമ കാണുമ്പോൾ മനസ്സിലാവുന്നത്. അതിന് പുറമെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രൊഫഷണൽസിനൊക്കെ തന്നെ UKയിൽ ഒരു ലിബറലൈസ്ഡ് എൻട്രി ഉണ്ടാകുമെന്നുള്ളതാണ്. യോഗ ടീച്ചേഴ്സ്, അതുപോലെ തന്നെ എൻജിനീയറിംഗ്, ആർക്കിടെക്ട്സ്, ഷെഫ്, യോഗ ഇൻസ്ട്രക്ടേഴ്സ്, മ്യൂസീഷ്യൻസ്, ഇങ്ങനെയുള്ളവർക്കൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു എൻട്രി ലിബറലൈസേഷൻ അവിടെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ കരാർ മുഴുവനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടില്ല. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വളരെ ചുരുക്കത്തിൽ നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യമായിട്ട് $56 ബില്യൺ ട്രേഡ് റിലേഷനാണ് ഇപ്പോൾ നമുക്ക് നിലവിൽ UKയുമായിട്ട് ഉള്ളത്. 2024-25 ഇന്ത്യ ഏകദേശം $14.5 ബില്യൺ എക്സ്പോർട്ടാണ് UKയിലേക്ക് നടന്നിരിക്കുന്നത്. അതും വർഷാവർഷം നോക്കുമ്പോൾ 12.6% വർധനവൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ UKയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് $8.6 ബില്യൺ സാധനങ്ങളാണ്. അതായത് ഇന്ത്യ കൂടുതലും എക്സ്പോർട്ടാണ് ചെയ്യുന്നത്, അതേസമയം കുറവാണ് അവിടുന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ട്രേഡ് സർപ്ലസിലാണ് നിൽക്കുന്നത് എന്നുള്ളത്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പോസിറ്റീവ് സൈഡിലാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നു, കുറച്ച് മാത്രമാണ് ഇവിടുന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ മെഷീനറി ആൻഡ് എക്യുപ്മെൻറ്റ്സ് ആണ് ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ടിൻ്റെ 15% വരുന്നത് UKയിലേക്ക്. അപ്പോൾ ഇതൊന്ന് ന്യൂക്ലിയർ റിയാക്ടേഴ്സ്, ബോയിലേഴ്സ്, മെഷീനറി, ഇങ്ങനെയുള്ള സാധനങ്ങളാണ് 11% വരുന്നത്. ഇനി ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ അയൺ ഓർ, അതുപോലെ തന്നെ ഓർഗാനിക് കെമിക്കലൊക്കെ 3% മാത്രമാണ് വരുന്നത്. അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ് 5%. ഇന്ത്യയിൽ നിന്നുള്ള ഫാർമ എക്സ്പോർട്ട് മൊത്തം ബ്രിട്ടനിലേക്കുള്ള എക്സ്പോർട്ടിൽ അതിൽ 5% മാത്രമേ വരുന്നുള്ളൂ. അതേസമയം നമ്മൾ അവിടുന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത് പ്രധാനമായിട്ടും നാച്ചുറൽ, അതുപോലെ തന്നെ കൾച്ചേർഡ്
പേളുകൾ, രത്നങ്ങളും വൈര്യങ്ങളും ഒക്കെയാണ്. അതുപോലെ തന്നെ ന്യൂക്ലിയർ റിയാക്ടേഴ്സ്, ബോയിലേഴ്സ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടും ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അയൺ ആൻഡ് സ്റ്റീല്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ മൊബിലിറ്റി മെഷീനറി ആൻഡ് എക്യുപ്മെൻറ്റ്സ്, അലുമിനിയം, അതുപോലെ തന്നെ കോപ്പർ ആർട്ടിക്കിൾസ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടും ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു വ്യാപാര ബന്ധത്തോടു കൂടി പ്രധാനപ്പെട്ട മേഖലകൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്, ഒന്ന് ഫുഡ് പ്രോസസ്സിംഗ് സെക്ടറിന് വളരെയേറെ പ്രാധാന്യം കിട്ടുന്നുണ്ട്. കാരണം ഇപ്പോഴുള്ള ഏകദേശം 70% നികുതിയാണ് നമുക്ക് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി അവിടെ കൊടുക്കുന്നത്, പ്രോസസ്ഡ് ഫുഡിന് ഇവിടുന്ന് അങ്ങോട്ടേക്ക് കൊടുക്കുന്നത്. അതേസമയം അത് സീറോ ആയിട്ട് മാറാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കൺസെഷൻ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫുഡ് പ്രോസസ്സിംഗ് സെക്ടറിൽ തന്നെയായിരിക്കും. ഇന്ത്യയിൽ നിന്നുള്ള തേയില, അതുപോലെ തന്നെ സുഗന്ധവ്യഞ്ജനങ്ങൾ, മറൈൻ പ്രൊഡക്ട്സ്, സമുദ്ര ഉൽപ്പന്നങ്ങൾ, ഇതൊക്കെ തന്നെ റെഡി ടു ഈറ്റ് ഐറ്റംസ് ഒക്കെ തന്നെ അവരുടെ മാർക്കറ്റ് നല്ല രീതിയിൽ അവിടെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതുപോലെ ഇന്ത്യൻ അഗ്രികൾച്ചറലിനും അതൊരു പ്രധാനപ്പെട്ട ഒരു ബൂസ്റ്റായിരിക്കും. കാരണം കൂടുതൽ സാധനങ്ങൾ, അതായത് 70% നികുതിയിൽ നിന്നും സീറോയിലേക്ക് വരിക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അതുകൊണ്ട് നേട്ടമുണ്ടാക്കാൻ പറ്റുന്ന കമ്പനികൾ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാറ്റ കൺസ്യൂമറാണ് ഏറ്റവും വലിയൊരു ബെനിഫിഷ്യറി എന്ന് പറയുന്നത്. കാരണം ടാറ്റയുടെ ടീ, ടാറ്റ ടെറ്റ്ലി, അതൊക്കെ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ളതാണ് അവിടെ. അതുപോലെ തന്നെ LT പ്രൊഡക്ട്സ്, ബസ്മതി റൈസും മറ്റൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന LT ഫുഡ്സ്, KRBL, അവന്തി ഫീഡ്സ്, കൊഞ്ചും മറ്റേ പ്രോൺസൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന അവന്തി ഫീഡ്സ്, അപ്പെക്സ് ഫ്രോസൺ ഫുഡ്സ്, അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ ഫുഡ്സ്, ഇതൊക്കെ ആയിരിക്കും, ഇങ്ങനെയുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ടായിരിക്കും ഈ ഒരു അവസരത്തിൽ പോസിറ്റിവിറ്റി വരാനുള്ള സാധ്യത. അതുപോലെ പല പ്രധാനപ്പെട്ട എക്സ്പോർട്ട് സെക്ടറുകളെ സംബന്ധിച്ച്, അതായത് 20% നിലവിലുള്ള മറൈൻ പ്രൊഡക്റ്റുകൾക്ക് ഇനി സീറോ ടാക്സാണ് അവിടെ വരാൻ പോകുന്നത്. അതുപോലെ ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ നിന്നുള്ള ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾക്ക് 12% നികുതിയാണ് UK ചുമത്തുന്നത്. അത് സീറോയിലേക്ക് വരാൻ പോകുന്നു. ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ നിന്നുള്ള ലെതർ ഉൽപ്പന്നങ്ങൾക്ക് 16% നികുതിയാണ് കൊടുക്കുന്നത്. അത് സീറോ ആയിട്ട് വരും. അതുപോലെ തന്നെ 8% ഇപ്പോൾ കെമിക്കൽ ഇമ്പോർട്ട്സിന് കൊടുക്കുന്നത്. അപ്പോൾ അത് സീറോ ആയി മാറും. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ നിന്നും കൂടുതൽ കമ്പനികൾ അവിടത്തേക്ക് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ട് ഫോക്കസ് ചെയ്ത് മാനുഫാക്ചറിങ് നടത്തി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ സർവീസ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിട്ടും വളരെ സ്ട്രോങ് ആയിട്ടുള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, പ്രൊഫഷണൽസിനും കാര്യങ്ങൾക്കൊക്കെ ഫിനാൻഷ്യൽ സർവീസസിനും ക്ലൗഡ് സർവീസിനും ഒക്കെ തന്നെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാനമായിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട IT കമ്പനികൾക്കൊക്കെ തന്നെ അതിൻ്റെ മേജർ ബെനിഫിറ്റ് ഉണ്ടാകും. TCS, ഇൻഫോസിസ്, ടെക് മഹീന്ദ്ര, HCL ടെക്നോ, കൊഫോർജ്, വിപ്രോ പോലുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ട് ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോസിറ്റിവിറ്റി തന്നെയാണ്. ഇനി ഇന്ത്യ നേട്ടം ഉണ്ടാക്കാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സെഗ്മെൻറ്റ് ടെക്സ്റ്റൈലാണ്. ടെക്സ്റ്റൈലിൻ്റെ എക്സ്പോർട്ടും ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ടിന് സീറോ ടാക്സിലേക്കാണ് വരാൻ പോകുന്നത്. നിലവിൽ UK ഒരു വർഷം ഏകദേശം $24 ബില്യൺ ഇമ്പോർട്ടാണ് ടെക്സ്റ്റൈൽ സെക്ടറിൽ നടത്തുന്നത്. ഇതിൽ പ്രധാനമായിട്ടും 2 പ്ലെയേഴ്സാണുള്ളത്, ചൈന, ബംഗ്ലാദേശ്. ചൈനയാണ് 26% മാർക്കറ്റും കൈയാളുന്ന എക്സ്പോർട്ട് മാർക്കറ്റ്, ടെക്സ്റ്റൈൽ മാർക്കറ്റ്. അല്ലെങ്കിൽ UK 26% അവരുടെ റിക്വയർമെൻറ്റ്സും ചൈനയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. അതുപോലെ തന്നെ 19% ബംഗ്ലാദേശിൽ നിന്നാണ്. അപ്പോൾ ഇവരാണ് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയ കോമ്പറ്റീറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ ഈ 2 വരെയും മാറ്റിവെച്ച് ഇപ്പോൾ 0% എന്ന് പറയുന്ന, അല്ലെങ്കിൽ സീറോ എന്ന് പറയുന്ന ഒരു ടാക്സ് സിസ്റ്റത്തിലേക്ക് ഇന്ത്യ വരുന്ന സമയത്ത് ഇന്ത്യയിൽ നിന്നുള്ള ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾക്ക് UK ഓൾറെഡി പ്രചാരത്തിലുണ്ട്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ വരാനുള്ള സാധ്യത. അതുപോലെ തന്നെ അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട ചില കമ്പനികളുണ്ട്. വെൽസ്പൺ ലിവിങ് എന്ന് പറയുന്ന $140 സംതിങ് ആണുള്ളത്. നമ്മുടെ ദിവാലി പിക്കായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. വെൽസ്പൺ ലിവിങ്ങിൻ്റെ ഈ ടവലുകളും കാര്യങ്ങളൊക്കെ UK വളരെ പ്രചാരത്തിലുള്ളതാണ്. അപ്പോൾ ഗോകുൽദാസ് എക്സ്പോർട്ട്, അതുപോലെ തന്നെ പേൾ ഗ്ലോബൽ ഇൻഡസ്ട്രീസ്, SP അപ്പാരൽസ്, KPR മില്ല്, ഇതുപോലുള്ള കമ്പനികളാണ് ഇപ്പോൾ നിലവിലെ UK-യുമായിട്ടുള്ള എക്സ്പോർട്ടിൽ മുന്നിട്ട് നിൽക്കുന്നത്. ഈ കമ്പനികൾ ഓൾറെഡി അഡ്വാൻറ്റേജാണ്. കൂടുതൽ ടെക്സ്റ്റൈൽ കമ്പനികൾ UK-യിലേക്കുള്ള എക്സ്പോർട്ട് കൂട്ടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. ഇനി നമുക്ക് മറ്റ് സെക്ടറിലേക്ക് പോകാം. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങൾക്ക് വീഡിയോ കണ്ടൻറ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻസ് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഒക്കെ തന്നെ ലഭ്യമാണ്. അത് നിങ്ങൾക്ക് ന്യൂസ് അപ്ഡേറ്റ്സുകളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുവഴി നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാം. അതുപോലെ നമ്മുടെ അഡ്വൈസറി പ്രൊഡക്റ്റുകളൊക്കെ തന്നെ വളരെ മിനിമൽ റേറ്റിലാണ് നമ്മൾ പ്രൈസ് ചെയ്തിരിക്കുന്നത്. സാധാരണക്കാരനും അഡ്വൈസറി സർവീസസ്, ക്വാളിറ്റി അഡ്വൈസറി സർവീസസ് ലഭിക്കുക എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത്. സോ ഞാൻ നിങ്ങളെ അഡ്വൈസറി ബോർഡിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക.
അതുപോലെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പോളിഷ് ചെയ്തിരിക്കുന്ന ഡയമണ്ടുകളും ഗോൾഡ് ജ്വല്ലറി ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ നിലവിൽ 5 മുതൽ 12% വരെ നികുതി യു കെയിൽ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ടിന്. അപ്പോൾ അത് ഡ്യൂട്ടി ഫ്രീ ആവുകയാണ്, സീറോ ആയിട്ട് മാറുകയാണ്. ഇത് തീർച്ചയായിട്ടും എക്സ്പോർട്ട് ഓപ്പർച്യൂണിറ്റീസ് കമ്പനികളെ സംബന്ധിച്ചിട്ട് കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ടൈറ്റൻ, കല്യാൺ ജ്വല്ലേഴ്സ്, വൈഭവ് ഗ്ലോബൽ, രാജേഷ് എക്സ്പോർട്സ് പോലുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ട് പോസിറ്റീവായിട്ട് വൈകാൻ സാധ്യതയുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു രംഗമാണ് ഫാർമസ്യൂട്ടിക്കൽ സെക്ടർ എന്ന് പറയുന്നത്. ഈ ഒരു സെക്ടറിലും വലിയ നേട്ടമാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. യു കെയിലെ NHS റിക്വയർമെൻറ്റ് സിസ്റ്റത്തിലേക്ക് ഇന്ത്യ വരുന്നതോടുകൂടി ഇവിടെ സീറോ താരിഫ് എന്ന് പറയുന്നതോടുകൂടി ജനറിക് ആയിട്ടുള്ള മെഡ്ടെക് ഡിവൈസസിനും ഒക്കെ തന്നെ എക്സ്റേ പോലുള്ള ഉപകരണങ്ങൾ, ജനറിക് ഡ്രഗ് എക്സ്പോർട്ടേഴ്സ്, അങ്ങനെ ഈ ഒരു സെഗ്മെൻറ്റിൽ ഡീൽ ചെയ്യുന്ന കമ്പനികളെ, മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഡീൽ ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ചിട്ട് പോസിറ്റീവായിരിക്കും. അങ്ങനെയാണെങ്കിൽ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നൊരു കമ്പനി എന്ന് പറയുന്നത് ടാർസൻ പ്രൊഡക്ട്സ് ആണ്. അതുപോലെ തന്നെ ഡോക്ടർ റെഡ്ഡീസ്, അബൌട്ട് ഇന്ത്യ, ഇപ്ക ലാബ്സ്, സൺ ഫാർമ പോലുള്ള വിപ്രോ, GE ഹെൽത്ത് കെയർ, ഇങ്ങനെയുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ടൊക്കെ പോസിറ്റീവായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ താരിഫ് റിലീഫ് ഏകദേശം ഇത് ഓട്ടോ പാർട്സിനും കാര്യങ്ങൾക്കൊക്കെയാണ്. ഇന്ത്യൻ പ്ലേയേഴ്സിന് അവരുടെ UK സപ്ലൈ ചെയിൻസ് ശക്തമാക്കാൻ ഇന്ത്യയിൽ നിന്നുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ട് സാധ്യതയ്ക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓട്ടോ സെഗ്മെൻറ്റിൽ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നൊരു കമ്പനി എന്ന് ഭാരത് ഫോർജ് ആണ്. അതുപോലെ തന്നെ മദർസൺ സുമി, ബോഷ് ഇന്ത്യ, എൻഡ്യൂറൻസ് ടെക്നോളജി, സുന്ദരം ഫാസ്റ്റ്നേഴ്സ്, ഇങ്ങനെയുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ട് ഈ പറയുന്ന ഓട്ടോമൊബൈൽ രംഗത്ത് വന്നിരിക്കുന്ന ഇളവുകൾ പ്രയോജനപ്പെടുത്താൻ പോകുന്ന കമ്പനികളായിരിക്കാം. അതുപോലെ തന്നെ മറ്റുള്ള ചില സെക്ടേഴ്സ് ഉണ്ട്, അതായത് ഇലക്ട്രിക്കൽ, മെഷീനറി ആൻഡ് ഇലക്ട്രോണിക്സ്, അങ്ങനെയുള്ള രംഗത്തൊക്കെ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ LNT, സിമെൻസ്, BHEL, ഷാൻഡ്ലിയർ ഇലക്ട്രിക്കൽ, ഡിക്സൺ, അംബർ, കിർലോസ്കർ ഇലക്ട്രിക്, അതുപോലെ തന്നെ സിർമ SGS, ഇങ്ങനെയുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ട് പോസിറ്റീവായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ഇന്ത്യയിലെ നെഗറ്റീവായിട്ട് കുറച്ചെങ്കിലും വരാൻ സാധ്യത എന്ന് പറയുന്നത് ഇന്ത്യൻ സ്പിരിറ്റ് കമ്പനികളെ സംബന്ധിച്ചിട്ടാണ്. കാരണം അവിടെ നിന്നും, അതായത് UK യിൽ നിന്ന് വരുന്ന ഫോറിൻ ലിക്കേഴ്സിന്, വിസ്കി, പ്രത്യേകിച്ച് വിസ്കിക്കൊക്കെ 150 നിന്നും 75% ഇമ്പോർട്ട് ഡ്യൂട്ടി കുറയും. പിന്നീട് കാലക്രമേണ 10 വർഷം കൊണ്ട് ഏകദേശം 40% എത്തിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് UK യുടെ സ്പിരിറ്റ്, അല്ലെങ്കിൽ UK യിൽ നിന്ന് വരുന്ന സ്പിരിറ്റ് ഇന്ത്യയിൽ വളരെ അഫോർഡബിളായിട്ട് അവൈലബിൾ ആവാനുള്ള, അല്ലെങ്കിൽ വളരെ വില കുറഞ്ഞ് ഇവിടെ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടും. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ വിസ്കി പ്രൊഡ്യൂസേഴ്സിനും കാര്യങ്ങൾക്കൊക്കെ തന്നെ കോമ്പറ്റീറ്റീവ് ആവും മാർക്കറ്റ്. അവിടെ നിന്നുള്ള കുറേ പ്ലേയേഴ്സ് ഇവിടെ വരാൻ സാധ്യതയുണ്ട്. ആ ഒരു രംഗം കുറച്ച് കൂടാൻ സാധ്യതയുണ്ട്, കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് കൂടാൻ സാധ്യതയുണ്ട്. അതിന് പുറമെ തന്നെ ഇന്ത്യയിലെ പ്രീമിയം വിസ്കി മാനുഫാക്ചേഴ്സിന് ആവശ്യമായിട്ടുള്ള മാൾട്ടും കാര്യങ്ങളൊക്കെ തന്നെ അവിടെ നിന്ന് വളരെ ചെറിയ രീതിയിൽ ഇറക്കുമതി ചെയ്യാനും സാധിക്കും. അങ്ങനെ ഒരു പോസിറ്റിവിറ്റി കൂടിയുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു രംഗം എന്ന് പറയുന്നത് ഓട്ടോമോട്ടീവ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ രംഗമാണ്. ഇപ്പോൾ ഏകദേശം 80,000-ത്തിന് മുകളിലുള്ള ഗ്രേറ്റ് ബ്രിട്ടൻ പൗണ്ടിന് മുകളിലുള്ള വാഹനങ്ങൾക്കൊക്കെ 100 മുതൽ 200% നമ്മൾ നികുതി കൊടുത്തിട്ടാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം അത് കുറഞ്ഞു വരും. ഒരു കോട്ട ഉണ്ടാകും, ഇത്ര വാഹനങ്ങൾ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാമെന്നുള്ളൊരു കോട്ട വെക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ 100%-ന് മുകളിലുള്ള ടാക്സ് കുറഞ്ഞ് 10%-ലേക്ക് വരുമെന്നാണ് ഇപ്പോൾ പറയാൻ സാധിക്കുന്നത്. അപ്പോൾ 40% അടുത്ത ഒരു 6 വർഷം കഴിഞ്ഞ്, അതിൽ പിന്നെ 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ 15 വർഷം കഴിഞ്ഞാൽ 10%-ലേക്ക് എത്തും. ഇപ്പോൾ പെട്ടെന്ന് തന്നെ 100-ൽ നിന്നും 10%-ലേക്ക് ആക്കല്ല, ആദ്യം 40%, പിന്നീട് അത് വർഷം കഴിഞ്ഞ് 15 വർഷം കൊണ്ട് 10% ആക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ UK യിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡുകളൊക്കെ ഇന്ത്യയിൽ അഫോർഡബിളായിട്ട് അവൈലബിൾ ആവും. അങ്ങനെയാണെങ്കിൽ ലഭിക്കാൻ പോകുന്ന ഒരേ ഒരു കമ്പനി ടാറ്റ മോട്ടോഴ്സ് തന്നെയാണ്. കാരണം അവരുടെ കയ്യിലാണ് JLR കാര്യങ്ങളൊക്കെ ഉള്ളത്. സോ ടാറ്റ മോട്ടോഴ്സും അങ്ങനെയാണെങ്കിൽ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പോകുന്ന കമ്പനിയാണ്. അപ്പോൾ അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് കാരണം കൂടുതലായിട്ടും എഡിബിൾ ഓയിൽസും കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. വെജിറ്റബിൾസും, ആപ്പിൾസും, അങ്ങനെയുള്ള ഓട്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ ട്രേഡ് ഡീലെന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് പെട്ടെന്ന് തന്നെ ചാടിക്കേറി ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ അംഗീകാരം വേണം. ഇപ്പോൾ ഇവർ ഡീൽ സൈൻ ചെയ്തു എന്ന് മാത്രമാണ്. അതിലൂടെ ഒരു നിയമമായിട്ട് വരണമെങ്കിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ അംഗീകാരം കൂടി വേണം. ഏകദേശം നിയമവിദഗ്ധർ പറയുന്നത് 1 വർഷമെങ്കിലും എടുക്കും ഇത് യഥാർത്ഥത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരാൻ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ രീതിയിലുള്ളൊരു അപ്സൈഡൊന്നും ഈ ഒരു ഡീല് വന്നപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. മാർക്കറ്റിൽ ഇത്ര വലിയ ഡീൽ എക്സ്പെക്റ്റ് ചെയ്തൊരു ഡീല് അതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞതാണ്. പല സ്പെസിഫിക് ആയിട്ടുള്ള ഓഹരികളിലും മൂവ്മെൻറ്റൊക്കെ കണ്ടതാണ്.
അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ വെൽസ്പൺ ലിവിങ് പോലുള്ള കമ്പനികളൊക്കെ നമുക്ക് ദീർഘകാലത്തേക്ക് ടെക്സ്റ്റൈൽ സെക്ടർ എന്നുള്ള കമ്പനികളൊക്കെ തന്നെ വാങ്ങി വെക്കാവുന്ന കമ്പനികളായിട്ടാണ്. അതുപോലെ തന്നെ ഫുഡ് പ്രോസസ്സിങ് സെക്ടറിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് വരാൻ പോകുന്നത്. അങ്ങനെയുള്ള കമ്പനികളൊക്കെ ഇടിവുകളിലും കാര്യങ്ങളൊക്കെ മേടിച്ച് വെക്കുന്നതാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഞാൻ പറയുമ്പോൾ നിങ്ങൾ കൂടുതലും കമൻറ്റ് രൂപത്തിൽ ഞാനൊരു റിപ്ലൈ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതൊക്കെ നടക്കണമെങ്കിൽ നമുക്ക് പോർട്ട് വേണം. അപ്പം കാര്യമായിട്ടുള്ള പോർട്ടുകൾ എന്ന് പറയുന്നത് നമുക്ക് അദാനി പോർട്ട് പോലുള്ള കമ്പനികൾ എന്ത് തന്നെ ട്രേഡ് നടക്കണമെങ്കിലും ഇത്രയും വലിയ കാര്യങ്ങളൊന്നും ഒരിക്കലും എയർ കാർഗോയും മറ്റൊന്നും നടക്കില്ല. അപ്പോൾ പോർട്ട് കൃത്യമായിട്ട് വേണം. അപ്പോൾ ഇതൊക്കെ അൾട്ടിമേറ്റ്ലി ബെനിഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ മെയിൻ പോർട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ അതിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട പോർട്ട് കമ്പനി എന്ന് പറഞ്ഞാൽ അദാനി പോർട്ട് തന്നെയാണ്. അപ്പോൾ അദാനി പോർട്ട്, അതുപോലെ തന്നെ JSW ഇൻഫ്രാസ്ട്രക്ചർ, ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ തന്നെ പോർട്ട് കമ്പനികളുണ്ട്. അങ്ങനെയുള്ള കമ്പനികളും ഇതിൻ്റെ ഫലമായിട്ട് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പോകുന്ന കമ്പനികളാണ്. അപ്പോൾ ഇതൊക്കെയാണ് UK ട്രേഡ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള വരികൾ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഞങ്ങളുടെ അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് ഫണ്ടമെൻ്റൽ പിക്സുകളും ലോങ് ടേം ഷോർട്ട് ടേം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ അഡ്വൈസറി ബോർഡിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള ചാനലുകൾ, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസും ഡൗൺലോഡ് ചെയ്യാം. ഫ്രീ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ആപ്ലിക്കേഷൻസിൽ ന്യൂസ് അപ്ഡേറ്റ്സുകളും റിസർച്ച് നോട്ട്സുകളൊക്കെ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ വീണ്ടും ഞാൻ നിങ്ങളെ പ്രതീക്ഷിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.